കർത്താവിൻ്റെ ധന്യ തിരുനാമം മഹത്വപ്പെടട്ടെ. മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന ക്രിസ്തു യേശുവിൻ നിസ്തുല്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ. ഈ പകലിൽ കർത്താവ് എനിക്ക് നൽകിയ സന്ദേശങ്ങളിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിന് വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. സെക്കൻഡ് ടച്ച് എന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശം. ഒരു പ്രാവശ്യം കൂടി കർത്താവ് നമ്മെ തൊടാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ആത്മീയ ലെവലിൽ ഒരു പ്രാവശ്യം കൂടി തൊടാൻ ആഗ്രഹിക്കുന്നു. നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും ഒരു പ്രാവശ്യം കൂടി കർത്താവ് തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സെക്കൻഡ് ഒരു ടച്ച് ദൈവാത്മാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർക്ക്, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക്, ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പാസ്റ്റർ പണ്ടൊക്കെ എത്ര സന്തോഷമായിരുന്നു ജീവിതം, എത്ര ആനന്ദകരമായിരുന്നു ജീവിതം, അഭിഷേകത്തോടെയും ദൈവസാന്നിധ്യത്തോടെയും മുമ്പോട്ട് പോയ ഒരു കാലമുണ്ട്. അപ്പോൾ അത് പ്രതീക്ഷിക്കുന്ന ചിലരുണ്ട്. അതെ, ഒരു പ്രാവശ്യം കൂടി ദൈവം നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ പകലിലെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന സന്ദേശം. ശ്രദ്ധയോടെ കേൾക്കുക. ഇയ്യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഞാനിങ്ങനെ പറയാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാമോ? ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത, ഏറ്റവും വലിയ സവിശേഷതയായിട്ട് ഞാൻ ഈ പുസ്തകത്തെ കാണുന്നത്, ലൂസിഫർ ഒരു ഭക്തന് നേരെ എഴുന്നേറ്റാൽ അവനെ തകർക്കാൻ പറ്റുകയില്ലെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. ലൂസിഫർ നേരിട്ട് ഇയ്യോബിനെതിരെ എഴുന്നേൽക്കുകയാണ്. താനൊരു ഭക്തനാണ്. ഇയ്യോബ് എന്ന് പറയുന്ന ഊസ് ദേശത്ത് താമസിക്കുന്ന ഭക്തനെതിരെ ലൂസിഫർ നേരിട്ട് എഴുന്നേറ്റിട്ടും അവൻ്റെ ഭക്തിയോ അവൻ്റെ ദൈവസാന്നിധ്യമോ വിട്ടുകളയുവാൻ, അവനെ തകർത്ത് കളയുവാൻ പിശാചിന് കഴിഞ്ഞില്ല. സാമ്പത്തികമായി, അവനെ ഭൗതികമായ ചില മേഖലയിൽ അവനെ കയറി ഒന്ന് തൊടാൻ പറ്റിയതല്ലാതെ അവന് ആത്യന്തികമായി അവൻ്റെ മേൽ ജയമെടുക്കാൻ സാത്താന് കഴിഞ്ഞില്ല. ഒന്നാമത്തെ ഭാഗം നാം പഠിച്ചു വരുമ്പോൾ, ആദ്യത്തെ അധ്യായങ്ങളിൽ പിശാച് ഇയ്യോബിൻ്റെ വീട് വിസിറ്റ് ചെയ്യുകയാണ്. ഞാനിങ്ങനെ പിശാചിനെ കുറിച്ച് പറയുമ്പോൾ പിശാചിനെ കുറിച്ച് ചില നല്ല ഗുണങ്ങൾ പറയാറുണ്ട്, ചില ഗുണവിശേഷങ്ങൾ പറയാറുണ്ട്. പിശാച് വാസം ചെയ്തത് സ്വർഗത്തിലായിരുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു വാസം ചെയ്തത്. അവൻ വെട്ടേറ്റാണ് ഭൂമിയിലേക്ക് വീണത്. തൻ്റെ അകത്ത് അഹങ്കാരം അങ്കുരിച്ചപ്പോൾ സർവശക്തിയുള്ള ദൈവം അവനെ വെട്ടി, അവനെ താഴേക്കിട്ടു. പിശാചിനെ കുറിച്ച് ഞാൻ ചില നല്ല കാര്യങ്ങൾ പറയാറുണ്ട്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയാമോ? ഇയ്യോബിൻ്റെ ബൗണ്ടറി കയറുന്നതിന് മുമ്പ് പിശാച് ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവമേ, ഞാൻ ഇയ്യോബിൻ്റെ ബൗണ്ടറി കയറിക്കോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പല കാര്യത്തിനും ഈ സാത്താൻ്റെ സ്റ്റാൻഡേർഡ് പോലും നമുക്കില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നാം ദൈവത്തോട് ചോദിക്കാറുണ്ടോ? ദൈവമേ ചെയ്തോട്ടെ, ദൈവമേ ഞാൻ പൊക്കോട്ടെ, ദൈവമേ ഞാൻ അങ്ങനെ പൊക്കോട്ടെ, കാര്യങ്ങൾ ചെയ്തോട്ടെ. നാം ചോദിക്കാറില്ല. പക്ഷേ സാത്താൻ ദൈവത്തോട് ചോദിച്ചതിന് ശേഷമാണ് ഇയ്യോബിൻ്റെ ബൗണ്ടറിയിൽ പിശാച് കയറിയത്. രണ്ടാമത്തെ പിശാചിൻ്റെ ഗുണവിശേഷം, പിശാച് തന്നിൽ തന്നെ ഛിദ്രിക്കുന്നില്ല. രണ്ടാമത്തെ തൻ്റെ ഗുണവിശേഷമാണ്, തന്നിൽ തന്നെ ഛിദ്രിക്കുന്നില്ല. വീട്ടിൽ 2 പേരോ 3 പേരോ ഒക്കെ കാണുള്ളൂ നമ്മുടെ വീട്ടിൽ. പക്ഷേ നാം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാറുണ്ട്. വഴക്കുണ്ടാക്കിയതിന് ശേഷം നാം പിശാചിൻ്റെ തലയിൽ അത് വെച്ച് കെട്ടും. ഉടനെ പിശാച് മാറി നിന്ന് ചിരിക്കുക. പിശാച് ചിരിച്ചിട്ട് പറയുന്നത് ഇതാണ്: എടാവേ, ഞാനെങ്ങും വഴക്കുണ്ടാക്കാറില്ല, ഇത് ഞാൻ ചെയ്യാറുമില്ല. നോക്കണം, പിശാച് വഴക്കുണ്ടാക്കാറില്ല, പിശാച് തമ്മിൽ ഛിദ്രിക്കാറില്ല. 6000 ഭൂതം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഇരുന്നിട്ട് അത് തമ്മിൽ പരസ്പരം വഴക്കുണ്ടാക്കാതെ അത് ഒത്തൊരുമയോടെ ഇരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നാം കാണുന്നുണ്ട്, ഒരു ശരീരം വിട്ട് പിശാച് പുറപ്പെട്ടു പോയാൽ അവൻ പോയ സ്ഥലത്ത്, അവൻ പോയതിനു ശേഷം അവൻ ചെന്ന് വഴിമത്തേ പോയി നിൽക്കും. അതിനുശേഷം അവൻ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ അവൻ 7 സാത്താനെയും കൂടെ കൊണ്ടാണ്, 7 ഭൂതങ്ങളെയും കൊണ്ടാണ്, കൂട്ടുപിടിച്ചുകൊണ്ടാണ് അവൻ തിരിച്ചു വരുന്നത്. നോക്കിക്കേ, പിശാച് എത്ര യോജിച്ചാണ് പോകുന്നത്. അത്രയും പോലും യോജിച്ചു പോകുന്ന ഒരു സ്വഭാവം നമുക്കില്ല. നാം പലപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ട്. മറ്റൊരു ഗുണവിശേഷം ഞാൻ പിശാചിനെ കുറിച്ച് പറയാറുണ്ട്. അതിങ്ങനെയാ: യേശു കർത്താവിൻ്റെ അരികിൽ സാത്താൻ വരുമ്പോൾ സാത്താൻ വചനമാണ് പറയുന്നത്. നമുക്ക് എത്ര വാക്യം അറിയാൻ കാണാതെ? എത്ര വാക്യം നമുക്ക് കാണാതറിയാം? പിശാച് പറയുന്നത് വചന പറയുന്നത്. നോക്കണം, പക്ഷെ അവൻ്റെ ബുദ്ധിയിൽ വചനവും അവൻ്റെ ഹൃദയത്തിൽ വഞ്ചനയുമായിട്ടായിരുന്നു യേശുവിൻ്റെ അരികിൽ വന്നത്. വചനം പറയാൻ ആരെക്കൊണ്ടും പറ്റും, പക്ഷേ ഇത് പറയുന്നതിലല്ല കാര്യം, ഇത് പ്രവർത്തിക്കുന്നതിലാണ് കാര്യം. ദൈവത്തിൻ്റെ വചനം അംഗീകരിക്കുന്നതിലാണ് കാര്യം. പിശാച് ഇയ്യോബിൻ്റെ ബൗണ്ടറിയിലേക്ക് വരികയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതും നിങ്ങളുടെ അകം ചലിപ്പിക്കുന്നതുമായ ഒരു സന്ദേശം എനിക്ക് അവിടെ നിന്ന് പറയാൻ ആഗ്രഹമുണ്ട്. ദൈവമക്കളെ, പിശാച് ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഇയ്യോബിൻ്റെ ബൗണ്ടറി കയറിക്കോട്ടെ. ദൈവം അതിനെ അംഗീകരിച്ചു കൊടുത്തു.
സാത്താൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തെങ്കിൽ, സാത്താനെ അംഗീകരിച്ചു കൊടുത്തെങ്കിൽ, അവൻ കയറിക്കോട്ടെ എന്ന് പറഞ്ഞെങ്കിൽ, ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തരാതിരിക്കുമോ? നിങ്ങൾ പ്രാർത്ഥിച്ച് അവൻ മറുപടി തരാതിരിക്കുമോ? പിശാചിന് മറുപടി കൊടുത്തെങ്കിൽ നമുക്ക് അവൻ മറുപടി തരാൻ ശക്തിയുള്ള ദൈവമാണ്. അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ദൈവ സാന്നിധ്യമുള്ള ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് അവൻ മറുപടി തരാൻ ശക്തിയുള്ള ദൈവമാണ്. പ്രാർത്ഥനകളെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്, പ്രാർത്ഥനയുടെ ഒന്നാമത്തെ മറുപടി പ്രാർത്ഥിച്ചു തീർന്ന ഉടനെ മറുപടി എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു, അപ്പോൾ തന്നെ മറുപടി ലഭിക്കുന്നു. പ്രാർത്ഥനയുടെ രണ്ടാമത്തെ മറുപടി എന്ന് പറയുന്നത് വൈകി വരുന്ന മറുപടിയാണ്. ഒരിക്കൽ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു മഴയ്ക്ക് വേണ്ടി, 2ആയി, അത് 3ആയി, 4ആയി, 5ആയി, 6ആയി, 7ആയി. 7ാമത്തെ പ്രാവശ്യം ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോഴാണ് ദേശത്ത് മഴ പെയ്യുന്നത്. നോക്കണം, ഇത് വൈകി വരുന്ന മറുപടിയാണ്. തൻ്റെ അകത്തറിയാമായിരുന്നു. ഒരു പ്രാവശ്യം എരിഹോ കോട്ടയ്ക്ക് വേണ്ടി അതിൽ ചുറ്റി, 2 പ്രാവശ്യമായി, അത് 13ാമത്തെ പ്രാവശ്യം ചുറ്റുമ്പോഴാണ് എരിഹോ കോട്ട ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത്. 12 എന്നുള്ള സംഖ്യ ഇസ്രായേൽ മക്കളുടെ കണക്കും 13ാമത്തെ ദൈവവും, അതെ, നീയും നിന്റെ ദൈവവും കൂടെ കൂടുമ്പോൾ ഏത് ഇടിയാത്ത കോട്ടയും നിന്റെ മുമ്പിൽ തകരും. ദൈവത്തിൻ്റെ സാന്നിധ്യവുമായി നീ ഒത്തുചേരുമ്പോൾ നിന്റെ മുമ്പിൽ തകരാത്ത ഒരു പ്രശ്നങ്ങളും കാണുകയില്ല, ഒരു പ്രതിസന്ധിയും കാണുകയില്ല. ദൈവമക്കൾ ഈ ദിവസങ്ങൾ ഉറയ്ക്കുക, വൈകിയാണെങ്കിലും പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സെക്കൻഡ് ടച്ചിനെ കുറിച്ച് നമുക്ക് കാണാം. യേശു കർത്താവ് ഒരിക്കൽ ഒരു കുരുടന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ്റെ കണ്ണു തുറന്ന് അവൻ പറയുന്നു, മനുഷ്യൻ മരങ്ങൾ പോലെയാണ് ഞാൻ കാണുന്നത്. രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കണ്ണു തുറന്നു വന്നു. അവൻ സ്പഷ്ടമായി അത് കണ്ടു. ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നുണ്ട്. മൂന്നാമത്തെ പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറയുന്നത് ഒരിക്കലും ദൈവം നോ എന്നൊരു മറുപടി പറയുകയില്ല. അടുത്ത പ്രാർത്ഥനയുടെ മറുപടി അനദർ പ്ലാൻ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ദാവീദ് തൻ്റെ കുഞ്ഞിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. കൊച്ചു മരിച്ചു പോയെങ്കിൽ നാം പറയും, പാസ്റ്റർ കുഞ്ഞ് മരിച്ചു പോയല്ലോ. പിന്നെ പാസ്റ്റർ പറയുന്നത് എങ്ങനെയാണ് ശരിയാകുന്നത്? പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടിയില്ലല്ലോ. ദൈവമക്കളെ അറിയണമോ, അതേ ബത്ശേബയുടെ ഉദരത്തിൽ നിന്ന് തന്നെയാണ് ദൈവം ശലോമോനെ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറ്റൊരു പ്ലാനുണ്ട്. പഴയ നിയമത്തിൽ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് നിന്റെ മുഖമൊന്ന് കാണണമെന്ന് പ്രാർത്ഥിച്ച മോശയെ ദൈവം പഴയ നിയമത്തിൽ മുഖം കാണിച്ചില്ല. എന്താ കാര്യം എന്നറിയാമോ? പുതിയ നിയമത്തിൽ മറുരൂപമലയിൽ മോശയെ തൻ്റെ മുഖം കാണിക്കുവാൻ യേശു പദ്ധതി ഒരുക്കി വെച്ചിരുന്നത് കൊണ്ട് ദൈവം മുഖം കാണിക്കാതെ പഴയ നിയമത്തിൽ തന്നെ മറച്ചു വെച്ചിരുന്നു. അതാണ് മറ്റൊരു പദ്ധതി പ്രാർത്ഥനകൾക്കുണ്ട്. അടുത്തത് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്, പ്രാർത്ഥനയെക്കുറിച്ച് അടുത്ത മറുപടി, പ്രാർത്ഥിക്കാത്തവൻ ഒരിക്കലും പ്രാർത്ഥനയുടെ മറുപടി കാണാൻ പറ്റുകയില്ല. നീക്ക് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ പ്രാർത്ഥനയുടെ മറുപടി കാണാൻ പറ്റുകയുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവസന്നിധിയിൽ എഡിറ്റ് ചെയ്താണ് കയറുന്നത്. എന്താണ് എഡിറ്റിംഗ്? നിങ്ങളുടെ വീടിനടുത്ത് ഒരാൾ മരിച്ചു, നിങ്ങൾ ആ വീട്ടിലേക്ക് ഓടിച്ചെന്ന് കയറി, ആ വീട്ടിലെ കാര്യക്കാരനായി മാറി. ആ വീട്ടിലേക്ക് ഓടിച്ചെന്ന് കയറിയതിന് ശേഷം ഒരു ഷീറ്റ് പേപ്പർ എടുത്ത് പത്ര ഓഫീസിൽ കൊടുക്കാൻ വേണ്ടി ആ വീട്ടിലുള്ള വിവരണങ്ങളൊക്കെ നിങ്ങൾ എഴുതി. അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ ശുശ്രൂഷ ഇത്ര മണിക്ക് ഇത്ര ഇന്ന മക്കൾ, കൊച്ചുമക്കൾ, മരുമക്കൾ, അങ്ങനെ മുഴുവൻ വിവരണങ്ങളും എഴുതി ഒരു വലിയ ഷീറ്റ് പേപ്പർ കൊണ്ടുവന്ന് മലയാള മനോരമ പത്ര ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തു. അവർ പറഞ്ഞ ഫീസും കെട്ടി. പിറ്റേ ദിവസം രാവിലെ പത്രമെറിയാൻ പത്രക്കാരൻ വരുന്ന സമയം നോക്കി നിൽക്കുകയാണ്. പത്രമെറിയുന്നവൻ വന്ന് പത്രമെറിയുമ്പോൾ ഓടിച്ചെന്ന് പത്രം ആദ്യം തുറന്നു നോക്കുന്നത് നാം കൊടുത്ത വാർത്ത അതിലുണ്ടോ എന്നായിരിക്കും നാം നോക്കുന്നത്. നാം കൊടുത്ത വാർത്ത അതിനകത്തുണ്ട്, നമുക്ക് സന്തോഷമായി. പക്ഷേ നമ്മൾ കൊടുത്ത പോലെയൊന്നും അതിനകത്തില്ല. അതിനകത്ത് അവർ ഒരു പണി ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുത്ത വാർത്തയിൽ അവർ ചെയ്ത പണിയാണ് എഡിറ്റിംഗ്. അതെ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എഡിറ്റ് ചെയ്താണ് ദൈവസന്നിധി കയറുന്നത്. എത്ര പ്രാവശ്യം ചത്താ മതിയെന്ന് പറഞ്ഞതാ? ചത്തിട്ടുണ്ടോ? മരിച്ചാൽ മതി കർത്താവേ. ഏലിയാവും ഇങ്ങനെ ഒരിക്കൽ പ്രാർത്ഥിച്ചു. വേദപുസ്തകത്തിലുള്ള കാര്യമാണ്. ഏലിയാവ് പ്രാർത്ഥിച്ചു, ദൈവമേ ചത്താൽ മതി. പക്ഷെ മരിക്കാതെ 2 മുകളിൽ നിൽക്കുന്നതിൽ ഒരെണ്ണം ഏലിയാവാണ്. ചത്താ മതി എന്ന് പറഞ്ഞവനെ അങ്ങനെ ഇരിക്കാനല്ല ദൈവം ആഗ്രഹിച്ചത്. ഉയരത്തിൽ ജീവനോടെ വെച്ചിരിക്കുന്നതിൽ 2 1 ഏലിയാവാണ്. എത്ര പ്രാവശ്യം പറഞ്ഞാൽ ചത്താ മതിയെന്ന്? അതൊക്കെ എഡിറ്റ് ചെയ്താണ് കയറുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ ഒത്തിരി വിശാലമാക്കാതെ ആവശ്യമുള്ള കണ്ടന്റ് മാത്രം ദൈവസന്നിധി പറയാൻ നാം മനസ്സ് വെച്ചാൽ നമുക്കതിനൊരു മറുപടി ഉണ്ട്. ഒത്തിരി കാര്യങ്ങൾ പറയുന്നതിലല്ല കാര്യം, പറയേണ്ട കാര്യം പറയുന്നതിലാണ് കാര്യം. ഒരിക്കലൊരു ദൈവദാസൻ, അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്, ബാംഗ്ലൂർ അദ്ദേഹം ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോകുകയാണ്. താൻ ഇരിക്കുന്ന ട്രെയിനിലാണ്. കൃത്യം 12:30 ആയപ്പോൾ തൻ്റെ അകത്ത് വിശപ്പ് കയറി തുടങ്ങി. അടുത്തിരിക്കുന്ന സീറ്റുകളിലേക്ക് താൻ നോക്കുമ്പോൾ പലരും അവരുടെ പൊതിച്ചോറുകൾ അഴിക്കാൻ തുടങ്ങി. ഇദ്ദേഹം
അവിടെ ഇരുന്നുകൊണ്ട് ഒറ്റ പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്. പപ്പ, മോന് വിശക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് വിശക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ ഒരേ ഒരു വേട് പറഞ്ഞു. 1 മണിയാകാൻ 5 മിനിറ്റ് ഉള്ളപ്പോൾ ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോയി ട്രെയിൻ കൊണ്ടുവന്ന് നിർത്തി. അവിടെ നിന്ന് ട്രെയിൻ മൂവ് ചെയ്യാൻ വേണ്ടി 1-2 മിനിറ്റുകൾ അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ട്രെയിൻ മൂവ് ചെയ്യുന്ന സമയമായപ്പോൾ ആരോ ഒരാൾ പ്ലാറ്റ്ഫോമിൽ കൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വരിക. ഒരു പേരാണ് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ട് വരുന്നത്. ഉടനെ ബെർത്തിൻ്റെ മുകളിലിരിക്കുന്ന ഈ ദൈവദാസന് കാര്യം മനസ്സിലായി. ഇദ്ദേഹത്തിൻ്റെ പേരാണ് വിളിക്കുന്നത്. ഇദ്ദേഹം ഓടി വാതിലിലേക്ക് പോകാൻ ഇദ്ദേഹം മനസ്സ് വെച്ചില്ല. ആ ജനലിൽ കൂടി ഇദ്ദേഹം പുറത്തേക്ക് കൈ നീട്ടിയിട്ട് പറഞ്ഞു, ഞാനാണ് എന്ന് പറയുകയും ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഒരു പൊതിച്ചോറ് വെച്ചു കൊടുക്കുകയും ചെയ്തത് ഒരേ സമയത്തായിരുന്നു. എന്ന് വെച്ചാൽ ഒരേ ഒരു വേടാണ് ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്, ദൈവത്തോട് പറഞ്ഞത്. ദൈവം ആ ഒരു വേട് ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി സ്വർഗീയ സിംഹാസനത്തെ അത് ചലിപ്പിച്ചു. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം ആ അഭിഷിക്തൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്നവരെ കാണുന്നവനാണ് ദൈവം. പ്രാർത്ഥിക്കുന്നവരെ അംഗീകരിക്കുന്നവനാണ് ദൈവം. പ്രാർത്ഥിക്കുന്നവനെ മനസ്സിലാക്കുന്നവനാണ് ദൈവം. അവൻ്റെ പോക്കറ്റ് ദൈവത്തിനറിയാം, അവൻ്റെ വീടിൻ്റെ അവസ്ഥ ദൈവത്തിനറിയാം, അവൻ്റെ ജോലി അറിയാം, അവൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ദൈവത്തിനറിയാം. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. എപ്പോഴും പ്രാർത്ഥിക്കുക. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ്. അവൻ്റെ ഭവനത്തിലും പ്രതിസന്ധികൾ അടിച്ചു. പിശാച് അവൻ്റെ വീട്ടിലേക്ക് വന്ന് നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ തുടങ്ങി. എന്നിട്ടും തകരാതെ പ്രാർത്ഥിക്കുന്നവൻ പിടിച്ചു നിൽക്കുവാൻ ഇടയായി തീർന്നു. വേദപുസ്തകത്തിൽ നിന്ന് 1-2 ഉദാഹരണം കൂടി ഈ ഒരു വിഷയത്തോട് ബന്ധപ്പെട്ട് 1-2 ഉദാഹരണങ്ങൾ കൂടി പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായി പാർക്കുന്നു. ഉദ്ധാരകനായി ദൈവം മോശ എന്ന് പറയുന്ന വ്യക്തിയെ അവരുടെ നടുവിൽ തന്നെ ജനിപ്പിക്കുകയാണ്. മോശയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് 2 ഒളിപ്പീരിനിടയിലുള്ള മനുഷ്യനാണ് മോശ. ജനനത്തിങ്കൽ അപ്പനും അമ്മയും മോശയെ ഒളിപ്പിച്ചു. മരണത്തിങ്കൽ സർവശക്തിയുള്ള ദൈവം മോശയെ ഒളിപ്പിച്ചു. അബ്രാമും യോക്കേബേദും കൊച്ചു പറഞ്ഞതിന് ശേഷം ജനനത്തിങ്കലെ മോശ സുന്ദരനെന്ന് കണ്ടിട്ട് ഇവനെ ഒളിച്ചു വെക്കാൻ വേണ്ടി ഇവർ ആഗ്രഹിക്കുകയാണ്. 3 മാസം കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു. അനന്തരം ഇവർക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റിയില്ല. ഒരു പെട്ടകം വാങ്ങി അതിൻ്റെ പുറത്ത് പശയും കീലുമൊക്കെ തേച്ചിട്ട് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഇതിനകത്ത് ഒളിപ്പിച്ച് ആ നൈൽ നദിയിലേക്ക് കൊണ്ടുപോയി വെച്ചു. മാറി നിൽക്കുക മിരിയാം, കൊച്ചിനെന്ത് സംഭവിക്കുമെന്നറിയാതെ. നോക്കണം, ആ വർഷങ്ങളിലൊക്കെ ഇസ്രയേലിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുമുടിക്കുന്നത് ഈ നൈലിലേക്ക് വലിച്ചെറിഞ്ഞാണ് കൊന്നുമുടിക്കുന്നത്. അതേ നൈലിൻ്റെ മുകൾ പരപ്പിൽ മോശ പെട്ടകത്തിൽ കിടക്കുകയാണ്. പെട്ടകം വാങ്ങി എന്ന് പറയുമ്പം തിരിച്ചു കിട്ടുമെന്നൊരു ചിന്തയുള്ളത് കൊണ്ടല്ലേ പണം കൊടുത്തു വാങ്ങാൻ ഈ മാതാവിൻ്റെ അകം പ്രേരണ കൊടുത്തത്. എന്തുമാകട്ടെ, മോശെ, നമുക്കറിയാം മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ നോക്കുന്നതിനൊരു പരിധിയുണ്ട്. അതിനപ്പുറമാണ് ദൈവം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്. നിങ്ങളുടെ കണ്ണെത്താത്ത മേഖലയിലും ദൈവത്തിൻ്റെ കണ്ണെത്തും. ബാംഗ്ലൂർ പഠിക്കാൻ വിട്ട് മറ്റ് രാജ്യങ്ങൾക്കപ്പുറം കുഞ്ഞുങ്ങളെ അയച്ചിട്ട് ഭവനത്തിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന മാതാപിതാക്കളുണ്ട്. പല രാജ്യങ്ങളിൽ നിങ്ങളുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ദൈവമാണ്. അവർക്ക് അവിടെ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ ദൈവത്തിനറിയാം. അവിടെ ക്ലൈമറ്റിൽ അവരെ സൂക്ഷിക്കാൻ ദൈവത്തിനറിയാം. അവിടുത്തെ അന്തരീക്ഷങ്ങളിലൊക്കെ അവരെ സൂക്ഷിക്കാൻ എൻ്റെ ദൈവത്തിന് നന്നായിട്ടറിയാം. നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവം ശക്തിയുള്ള ദൈവമാണ്. എവിടെ കുഞ്ഞിന് വേണ്ടി ഒരു തൊട്ടിൽ കെട്ടുമെന്ന് അമ്രാമും യോക്കേബേദും ഭാരപ്പെടുമ്പോൾ സർവശക്തിയുള്ള ദൈവം പെട്ടകത്തിൻ്റെ സെൻട്രൽ തൂണിൽ മോശയ്ക്ക് വേണ്ടി തൊട്ടിൽ കെട്ടാൻ അവർ ആ ദൈവമായ ഒരു പദ്ധതി ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇവിടെ വെച്ച് എനിക്കൊരു ദൂത് തൻ്റെ ജനത്തോട് പറയുവാൻ ആഗ്രഹമുണ്ട്. നീ കരുതുന്നതിനപ്പുറം, നീ ചിന്തിക്കുന്നതിനപ്പുറം നിന്റെ തലമുറയ്ക്ക് വേണ്ടി ശ്രേഷ്ഠമായി വഴി തുറക്കാൻ ദൈവത്തിന് നന്നായിട്ടറിയാം. ഉറപ്പോടുകൂടി ദൈവസന്നിധിയിലിരിക്കുക, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരിക്കുക. നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ദൈവം കരുതാൻ പോകുകയാണ്. മോശ 40 വർഷം അവരുടെ സകല ജ്ഞാനം സമ്പാദിച്ച് അവിടെ വളരുന്നു. മിസ്രൈമിൻ്റെ ജ്ഞാനം സമ്പാദിച്ച് താൻ പറവോന്റെ കൊട്ടാരത്തിൽ താൻ വളർന്നു വരികയാണ്. അനന്തരം ദൈവം മോശയോട് സംസാരിച്ചതായി, ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായതായി ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നുണ്ട്. അദൃശ്യ ദൈവം, അവൻ വിശ്വാസത്താൽ അദൃശ്യ ദൈവത്തെ കണ്ടതുകൊണ്ട് ഫറവോന്റെ കൽപ്പന ഭയപ്പെടാതെ മിസ്രൈം വിട്ടു പോന്നു എന്ന് തിരുവചനത്തിൽ എബ്രായ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മോശ മിസ്രൈം വിട്ടുവരാനുള്ള കാരണം താൻ അദൃശ്യ ദൈവത്തെ കണ്ടു എന്നുള്ളതാണ്. അവിടെ നിന്ന് നേരെ താൻ യാത്ര ചെയ്തു വരികയാണ്.
ഒരു കൊച്ചു വടിയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് മോശ ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത്. താൻ യാത്ര ചെയ്തു വന്നു. യിത്രോ എന്ന് പറയുന്ന തൻ്റെ അമ്മായപ്പൻ്റെ ആടുകളെയൊക്കെ മേയിച്ച് 40 വർഷം താൻ മിദ്യാന്യ ദേശത്ത് കൂടെ നടന്നു. ഹോരേബിൻ്റെ ഉയരത്തിലേക്ക് ഒരിക്കൽ കയറി ചെല്ലുമ്പോൾ ദൈവം മുൾപ്പടർപ്പ് കത്തി നിൽക്കുന്നു. അതിനകത്ത് നിന്ന് ദൈവം മോശയെ വിളിച്ചു, മോസസ് മോസസ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കളയുക എന്ന് ദൈവം പറഞ്ഞ് മോശയെ വിളിച്ച് ഒരു ദൗത്യമേൽപ്പിച്ച് മോശയെ പറഞ്ഞു വിടുകയാണ്. ഒരു സെക്കൻഡ് ടച്ച് ദൈവം മോശയുടെ ലൈഫിലേക്ക് കൊടുക്കുകയാണ്. നീ ഭയപ്പെട്ടോടിയ ദേശത്തേക്ക്, നീ പേടിച്ച് ഓടിപ്പോന്ന ദേശത്തേക്ക് ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിന്നെ അയക്കുകയാണ്. നിന്നെ ഭയത്തോടെയല്ല അയക്കുന്നത്, ഞാൻ വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടിയാണ് അയക്കുന്നത്. അതെ, നീ എവിടെ നിന്നൊക്കെ ഓടി വന്നിട്ടുണ്ടോ, നീ എവിടെ നിന്നൊക്കെ ഭയപ്പെട്ടു പോന്നിട്ടുണ്ടോ, എവിടെയൊക്കെ നീ പരാജയപ്പെട്ടു പോന്നിട്ടുണ്ടോ, ആ ദേശത്തേക്കൊക്കെ വിജയത്തോടെ നിന്നെ അയക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട്. മോശ വന്നു, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വന്നു, ഇസ്രായേൽ മക്കളെ വിടുവിച്ചു കൊണ്ടുവന്നു. 10 ബാധകൾ അവിടെ അയച്ചു. ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തകർത്ത് കളഞ്ഞു. അവിടെ നിന്ന് പുറപ്പെട്ടു വരികയാണ്. അവർ ശൂർ മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്ത് വന്നിട്ട് അതിനുശേഷം മാറയിലെത്തി. അവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം ഇരിക്കുന്നത്. മാറയിലേക്ക് വന്നതിന് ശേഷം ഓടിച്ചെന്ന് കിട്ടിയ വെള്ളം അവർ കുടിച്ചകത്തേക്ക് ഇറക്കി. വെള്ളം കുടിച്ചിറക്കിയപ്പോൾ ഇത് കയ്പായിരുന്നു. ഇവർ വന്ന് മുകളിൽ വന്ന് ഛർദ്ദിക്കാൻ തുടങ്ങി. അതെ, കയ്പ് കുടിച്ചാൽ നാം നിൽക്കുന്ന സ്ഥലമൊക്കെ നാം ചീത്തയാക്കും. പലരും കമ്മിറ്റിയിൽ ചീത്തയാക്കുന്നത് കണ്ടിട്ടില്ലേ? കുടുംബത്തിൽ ഭയങ്കര ലഹള സൃഷ്ടിക്കുന്നത് കണ്ടിട്ടില്ലേ? അവൻ എവിടെയൊക്കെ കയ്പ് കുടിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ അവൻ്റെ അകത്ത് നീറുന്ന പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവൻ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ചീത്തയാക്കുന്നത്. ഇവൻ കുടിച്ചിറക്കി മുകളിലേക്ക് പോയി ഛർദ്ദിക്കാൻ തുടങ്ങി. ദൈവം മോശയോട് പറഞ്ഞു, കയ്യിലൊരു വലിയ വടി ഇരിക്കുമ്പോൾ തന്നെ, ശുശ്രൂഷ ചെയ്യുന്ന ഒരു വടി ഇരിക്കുമ്പോൾ തന്നെ ദൈവം മോശയോട് പറഞ്ഞു, അതിനടുത്ത് തന്നെ ഒരു വലിയ വൃക്ഷം നിൽക്കുന്നില്ലേ, ആ വൃക്ഷത്തിൽ നിന്നൊരു കമ്പൊടിക്കുക, ശേഷം നീ വെള്ളത്തിലേക്കിടുക. മോശ കമ്പൊടിച്ചു, വെള്ളത്തിലേക്കിട്ടു. വെള്ളം പത്യമായി തീർന്നു. അവിടെയാണ് എൻ്റെ സന്ദേശത്തിലെ എൻ്റെ മെസ്സേജിലെ ഒന്നാമത്തെ ഉദാഹരണം അവിടെയാണ് കിടക്കുന്നത്. വർഷങ്ങൾ കൊണ്ട് കലങ്ങിയ മാറ എൻ്റെ ദൈവം സെക്കൻഡുകൾ കൊണ്ട് മധുരമാക്കി മാറ്റി. വർഷങ്ങൾ കൊണ്ട് നിന്റെ വീട്ടിൽ കലങ്ങിക്കൂടിയ വിഷയം സെക്കൻഡുകൾ കൊണ്ട് മധുരമാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ ശക്തി കുടുംബത്തിലേക്ക് പുറപ്പെടാൻ പോകുകയാണ്. തലമുറയുടെ വിഷയങ്ങൾ ചില വർഷങ്ങൾ കൊണ്ട് നീ ഭാരപ്പെടുകയാണ്. അവർ ഡൈവോഴ്സായ വിഷയത്തിൽ നീ ഭാരപ്പെടുന്നുണ്ട്. അവർ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നീ ഭാരപ്പെടുന്നുണ്ട്. ദൈവാത്മാവ് പറയുന്നു, വർഷങ്ങൾ കൊണ്ട് വന്ന വിഷയം, വർഷങ്ങൾ കൊണ്ട് കലങ്ങിയ മാറ ദൈവം സെക്കൻഡുകൾ കൊണ്ട് മധുരമാക്കി മാറ്റി. നിന്റെ കുടുംബത്തിനകത്ത് വർഷങ്ങൾ കൊണ്ട് കലങ്ങിക്കൂടിയ വിഷയം സെക്കൻഡുകൾ കൊണ്ട് മധുരമാകാൻ പോകുകയാണ്. തലമുറയുടെ വിഷയം, വർഷങ്ങൾ കൊണ്ട് കലങ്ങിയ വിഷയം സെക്കൻഡുകൾ കൊണ്ട് അത് മധുരമാകാൻ പോകുകയാണ്. നിന്നെ ഒത്തിരി ഭാരപ്പെടുത്തിയ വിഷയം എൻ്റെ ദൈവം അതിനെ മധുരമാക്കാൻ പോകുകയാണ്. ഒരു സെക്കൻഡ് ടച്ച് അതേ സ്ഥാനത്ത് കർത്താവ് നൽകാൻ പോകുകയാണ്. വർഷങ്ങൾ കൊണ്ട് കലങ്ങുന്ന ഏത് പ്രശ്നവും സെക്കൻഡുകൾ കൊണ്ട് മധുരമാക്കാൻ കരുത്തുള്ള ഒരു ദൈവമുണ്ട്. അവൻ്റെ ശക്തി നിന്റെ മേലും വ്യാപരിക്കാൻ പോകുകയാണ്. അഭിഷിക്തൻ കമ്പൊടിച്ച് എറിയുമ്പോൾ തൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ കലങ്ങിക്കൂടിയ കയ്പ് അപ്രത്യക്ഷമായി മാറി, അത് മധുരമായി മാറി. ഇസ്രായേൽ മക്കൾ വെള്ളം കുടിച്ചവർ തൃപ്തരായി. അതെ, തൃപ്തി വരത്തക്ക ലെവലിൽ ഒരു സെക്കൻഡ് ടച്ച് ദൈവം നൽകി തരാൻ പോകുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള 2 കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് ഏലീശയും, 2 ഏലിയാവും. ഏലിയാവിൻ്റെ കൂടെ നടന്നയാളാണ് ഏലീശ. തൻ്റെ ശിഷ്യനായി ഇങ്ങനെ കൂടെ നടക്കുകയാണ്. അതെ, ഏലിയാവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷിക്തനാണ്. താൻ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ മഴ പെയ്യുന്നു, മഴ പെയ്യാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ മഴ പെയ്യാതിരിക്കുന്നു. ഉയരത്തിൽ നിന്ന് തീ ഇറക്കുന്ന ദൈവദാസൻ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഈ അഭിഷിക്തൻ. ഇന്ന് അങ്ങനെയുള്ള ദൈവദാസന്മാർ നമ്മുടെ നാട്ടിൽ വിരളമാണ്. ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. തീ ഇറക്കുന്ന ദൈവദാസന്മാരെ ഞാൻ അങ്ങനെ എങ്ങും കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ദൈവദാസനില്ല. അത്രയും ശക്തനേറിയ ശുശ്രൂഷകനാണ് ഏലിയാവ്. ഒരിക്കൽ ആഹാബിൻ്റെ അരമനയിൽ ചെന്ന് താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞ് പെയ്യുകയില്ല, മഴ പെയ്യുകയില്ല. അങ്ങനെ 3 ആണ്ടും 6 മാസവും ദേശത്ത് മഴ പെയ്യാതെ വണ്ണം മേഘത്തെ അടയ്ക്കുവാൻ തനിക്ക് ശക്തിയുണ്ടായിരുന്നു. അങ്ങനെയുള്ള കരുത്തനായ ശുശ്രൂഷകനായിരുന്നു, പ്രവാചകനായിരുന്നു ഏലിയാവ്. താൻ മഴയൊക്കെ അടച്ചിട്ട് കെരീത്തിൻ്റെ തോട്ടിൽ പോയി ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നു, ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട് നിനക്ക് ഭക്ഷണം തരാൻ. നോക്കിക്കേ, ഏലിയാവിനോട് ദൈവം പറയുന്നതിന് മുമ്പ് കാക്കയോട് ദൈവം കാര്യം പറഞ്ഞു.
നിന്നെ ഒരു സ്ഥലത്തേക്ക് ദൈവം അയക്കുമ്പോൾ നിനക്ക് വേണ്ടി സകലതും കരുതിയിട്ടാണ് എൻ്റെ ദൈവം അയക്കുന്നത്. ആരോടൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, പൊക്കോ, ഞാൻ അവിടെ തൻ്റെ ദാസന് വേണ്ടി നീ കൊടുക്കണമെന്ന് ആരോടൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ ഭാരപ്പെടണ്ട. ഏത് കാര്യത്തിനും സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ അകത്ത് വേദനിക്കേണ്ട കാര്യമില്ല. കാരണം നിനക്ക് വേണ്ടി ആരൊക്കെയോ, കരുതാൻ വേണ്ടി ആരൊക്കെയോ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഭാരപ്പെടണ്ട. ദൈവമക്കളെ, സമാധാനത്തോടു കൂടി ഇരിക്കുക. ദൈവം ശക്തിയുള്ള ദൈവമാണ്. കിരീത്തിൻ്റെ തോട്ടിലെ ആ തോട് പറ്റിയെന്നാണ് നാം കാണുന്നത്. തോട് പറ്റിയെങ്കിലും കാക്കയുടെ വരവ് നിന്നില്ല. തോട് പറ്റും, വരവ് നിൽക്കുകയില്ല. ദൈവം തുറക്കുന്ന വഴി ഒരിക്കലും അടയുകയില്ല. താഴ്ത്ത വഴികൾ മുഴുവൻ അടഞ്ഞാലും ദൈവം തുറക്കുന്ന വഴികൾ ഒരിക്കലും അടയുകയില്ല. കാക്കയുടെ വരവ് നിന്നതായി വേദപുസ്തകം പറയുന്നില്ല, തോട് പറ്റിയതായിട്ടേ പറയുന്നുള്ളൂ. അതെ, താഴ്ത്ത വരവുകളൊക്കെ നിൽക്കും, പക്ഷേ മുകളിലത്തെ വരവ് നിൽക്കുകയില്ല. മന്ന നിന്നത് ഇസ്രയേൽ മക്കൾ വിളവ് ഭക്ഷിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്, ദേശത്തെ വിളവ് ഭക്ഷിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. പക്ഷെ കാടയുടെ വരവ് തിന്നു. കാരണം എന്താണെന്നറിയാമോ? കാട സമുദ്രത്തിൽ നിന്നും, മന്ന സ്വർഗത്തിൽ നിന്നും. സ്വർഗത്തിൽ നിന്നുള്ളതൊന്നും നിൽക്കുകയില്ല, ദൈവത്തിൽ നിന്നുള്ളതൊന്നും നിൽക്കുകയില്ല. താഴ്ത്ത വരവുകളൊക്കെ നിൽക്കും. കഴിഞ്ഞ ദിവസം സമുദ്രതീരത്ത് ഒരിക്കലൊരു മീറ്റിങ്ങിനായി ഞാൻ വൈപ്പിൻ ഭാഗത്ത് ഞാൻ പോയപ്പോൾ അവിടെ ചെന്ന് ഞാൻ ശക്തിയോടെ ഈ സന്ദേശം ഞാൻ പറഞ്ഞു. കാരണം നീ കടലിലെ വരവ് നിന്നാലും ഉയരത്തിലെ വരവ് നിൽക്കുകയില്ല. കടലിലെ വരവ് നിന്ന് ഭാരപ്പെടുന്ന ആ ഒരു തൊഴിലാളികളുടെ അകത്തേക്ക് ഈ സന്ദേശം അകത്ത് ഇരച്ചു കയറുവാനിടയായി. കടലിലെ വരവൊക്കെ നിൽക്കും, താഴ്ത്ത വരവുകളൊക്കെ നിൽക്കും, പക്ഷെ ഉയരത്തിലെ വരവൊരിക്കലും നിൽക്കുകയില്ല. ദൈവം ഒരിക്കലും വഴിയടയ്ക്കുന്നവനല്ല ദൈവം. അവിടെ നിന്ന് നേരെ പോകുന്നത് സാരഫാത്തിലേക്കാണ്. സാരഫാത്തിൽ വിധവയുടെ ഭവനത്തിൽ പോയി താൻ പാർക്കുകയാണ്. ദൈവം തന്നെ അവിടെ പോഷിപ്പിച്ചു. ഈ മനുഷ്യൻ്റെ കൂടെ നടന്നയാളാണ് ഏലീശ. ഈ അഭിഷേകത്തിൻ്റെ കൂടെ നടന്നയാളാണ് ഏലീശ. ഏലീശയുടെ മിനിസ്ട്രി വളരെ വ്യത്യസ്തമായിരുന്നു. ഏലീശ പറഞ്ഞത്, ഏലിയാവിൻ്റെ അഭിഷേകം എനിക്ക് പോരാ, എനിക്ക് ഇരട്ടി പങ്ക് അഭിഷേകം വേണം. ഇരട്ടി പങ്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഏലിയാവിൻ്റെ ശരീരത്തിൽ നിന്ന് വീണ് കിട്ടിയ പുതപ്പുമായി യോർദാൻ്റെ കരയിൽ വന്ന് നിന്ന് താൻ വിളിക്കുന്നൊരു വിളിയുണ്ട്, ഏലിയാവിൻ്റെ ദൈവം എവിടെ? അതെ, തൻ്റെ അകത്ത് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം, ഇനി എനിക്ക് ഏലിയാവിനെ അല്ല ആവശ്യം, ഏലിയാവിനെ ഉപയോഗിച്ച ദൈവത്തെയാണ് എനിക്ക് ആവശ്യം. ദൈവമക്കളോട് ഞാൻ പറയാം, നിനക്ക് ഇന്നലകളിൽ ദൈവദാസന്മാരെ ഉപയോഗിച്ച ദൈവത്തെ ആവശ്യമുണ്ട്. അവരെ ശക്തിയോടെ മാനിച്ച ദൈവത്തെ നിനക്ക് ആവശ്യമുണ്ട്. ഇന്നലകളിൽ ഭക്തന്മാരെ ഉപയോഗിച്ച ദൈവം ഇന്ന് നിന്നെയും ഉപയോഗിക്കാൻ കരുത്തുള്ള ദൈവമാണ്. ഏലീശ മിനിസ്ട്രി ആരംഭിക്കുന്നു. ഏലീശയുടെ കൂടെ പാർക്കുന്ന ഇടമൊക്കെ വിശാലമാക്കാനുള്ള പദ്ധതികളിലേക്ക് വന്നു. ഇരട്ടി അഭിഷേകമുള്ളവൻ്റെ കാലത്ത് സകലതും ഇരട്ടിയായി മാറി. അവൻ പാർക്കുന്ന സ്ഥലമൊക്കെ വിശാലമാക്കാൻ വേണ്ടി പ്രവാചക ശിഷ്യന്മാർ ഒരു കോടാലിയൊക്കെ കടം വാങ്ങി അവർ നേരെ പോകുക മരം വെട്ടാൻ വേണ്ടി. വെട്ടുന്നത് എവിടെ നിന്നാണെന്നറിയോ? ആറ്റരികത്ത് നട്ട വൃക്ഷത്തിൻ്റെ വെട്ടുന്നത്. നോക്കിക്കേ, ആറ്റരികത്തിൻ്റെ നട്ടിരുന്നിട്ട് വെട്ടിയാൽ കോടാലി ഊരുകയുള്ളൂ. എന്ന് വെച്ചാൽ നിന്നെ നിർത്തിയിരിക്കുന്നത് ആറ്റരികത്താണ്. ആഭിചാരമാകട്ടെ, മന്ത്രവാദമാകട്ടെ, ശുദ്രപ്രയോഗമാകട്ടെ, ഒരു ദോഷശക്തിക്കും അസൂയയാകട്ടെ, ഒരു കെട്ടിനും നിന്നെ തകർക്കാൻ പറ്റുകയില്ല. കാരണം ആറ്റരികത്തെ നട്ടിരിക്കുന്ന വൃക്ഷം പോലെ കർത്താവ് നിന്നെ നട്ടിരിക്കുകയാണ്, തകർക്കാൻ പറ്റുകയില്ല. എനിക്കൊരു രസം തോന്നിയത്, കോടാലി കാണാതെ വെള്ളത്തിലേക്ക് പോയി. എനിക്ക് രസം തോന്നിയ ഭാഗം ഇതാണ്. ഈ കോടാലി വെള്ളത്തിൽ പോയതിന് ശേഷമാണ് ഇവരിത് കടം വാങ്ങിയതാണെന്നുള്ള വിവരം ഏലീശയെ അറിയിക്കുന്നത്. അതെ, നമ്മുടെയൊക്കെ മസിൽ പിടുത്തം കണ്ടാൽ എല്ലാം നമ്മുടെ സ്വന്തമാണെന്നാണ്. പക്ഷേ ഇതൊന്നും സ്വന്തമല്ല ദൈവമക്കളെ. പലരും കടം മേടിച്ച് നടക്കുക, അങ്ങനെ ഒരു ലെവലിലാണ് പലരും നടക്കുന്നത്. അതൊന്നും ആരുടെ ഒരിക്കൽ പറയുകയല്ല. പക്ഷേ ഓരോ അബദ്ധങ്ങൾ വന്നു വിടുമ്പോഴാണ് പറയുന്നത്, കടായിരുന്നു കേട്ടോ, അയ്യോ എനിക്ക് നിലനിൽപ്പില്ലോ കേട്ടോ. ഇതൊക്കെ പറയുന്നത് അങ്ങനെയുള്ള സമയത്താണ്. ശരി, എന്തുമാകട്ടെ, കടം മേടിച്ച സാധനം നോക്കിക്കേ, കടം മേടിച്ച ഈ സാധനം വെള്ളത്തിലേക്ക് പോയി. ഇപ്പോൾ ഇവർക്ക് 2 കോടാലി വേണം. ഒന്ന്, ഈ മരം മുറിക്കാൻ ഒരു കോടാലി വേണം. 2, ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ ഒരു കോടാലി വേണം. ഈ വിഷയം ഇവർക്കൊരു കോടാലിയായി നിൽക്കുക. പല പ്രശ്നങ്ങൾക്ക് നമുക്ക് കോടാലിയായി നിൽക്കുക. മുമ്പിൽ വലിയ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടാണ് നാം നടക്കുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ചു കാണിക്കുമ്പോഴും അകത്തു വലിയ പ്രശ്നങ്ങൾ നമുക്ക് നിൽക്കുകയാണ്. കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. നിനക്കിന്ന് പ്രശ്നമായി നിൽക്കുന്ന ഭാഗം, നിനക്ക് വേദനയായി നിൽക്കുന്ന ഭാഗം ദൈവമായി പരിഹരിക്കാൻ പോകുകയാണ്. നിനക്കൊരു സമാധാനത്തെ അവൻ തരാൻ പോകുകയാണ്. ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ആ കുമിഞ്ഞുകൂടിയ ആ പ്രതിസന്ധിയെ എടുത്തുമാറ്റി സൗഖ്യമാക്കാനും വിടുവിക്കുവാനും കരുത്തുള്ള ദൈവം നിന്റെ അരികിലേക്ക് അടുത്തു വരാൻ പോകുകയാണ്. ഏലീശ ഈ വിഷയത്തെ കൈയേറ്റു. നേരെ നടന്നു വന്ന് കുത്തിയൊഴുകുന്ന യോർദാന്റെ കരയിൽ ഏലീശ വന്നു നിൽക്കുന്നു. എവിടെയാണ് വീണതെന്ന് ചോദിച്ചു, ഇന്ന സ്ഥലത്താണ് വീണിരിക്കുന്നത്.
വീണ സ്ഥലത്തേക്ക് ഏലീശ ഒരു കൊച്ചു കമ്പ് വെട്ടി അങ്ങോട്ട് എറിയുകയും കോടാലി പൊങ്ങി വന്നു. നോക്കിക്കേ, കമ്പിന്, ഒരു പച്ച കമ്പിന് കാന്തത്തിൻ്റെ പവർ കൊടുത്തൊരു ദൈവം. എൻ്റെ സന്ദേശത്തിൻ്റെ ആ ഒരു ഉദാഹരണം അവിടെയാണ്, രണ്ടാമത്തെ ഉദാഹരണം അവിടെയാണ് കിടക്കുന്നത്. നോക്കിക്കേ, ഇരുമ്പ് പൊങ്ങി വന്നു. ഒരിക്കലും പൊങ്ങി വരികയില്ലെന്നും തുരുമ്പിച്ചു പോകുകയുള്ളെന്നും തിരിച്ചു കിട്ടുകയില്ലെന്നും വിധി എഴുതിയ സാധനം അത് തിരിച്ച് കയ്യിലേക്ക് വന്നു. ഒരു സാധനം വെള്ളത്തിൽ പോയാൽ മുങ്ങിത്തപ്പണം, മുങ്ങിയെടുക്കേണ്ട സാധനം ദൈവം കൈവെള്ളയിൽ എത്തിച്ചു കൊടുത്തു. അവൻ്റെ കയ്യിൽ അത് എത്തിച്ചു കൊടുത്തു. അവനത് കൈനീട്ടി അവൻ ആ ഇരുമ്പും കഷ്ണം, പച്ച ഇരുമ്പ് കയ്യിലേക്ക് എടുക്കുകയാണ്. അവർക്ക് തിരിച്ചു കൊടുത്തു. ഒരു ഇരുമ്പ് തിരിച്ചു കൊടുത്തെങ്കിൽ നിന്റെ മേലുള്ള ദൈവശക്തി കർത്താവ് തിരിച്ചു തരാതിരിക്കുമോ? വെള്ളത്തിൽ മാറ്റം വരുത്തിയവൻ, ഇരുമ്പിൽ മാറ്റം വരുത്തിയവൻ. ഒരിക്കൽ ഏലീശയുടെ അരികിലേക്ക് ഒരു കലം പായസവുമായിട്ട് ശിഷ്യന്മാർ വരികയാണ്. കാര്യം എന്താണെന്നറിയാമോ? പായസത്തിൽ പോയിസൺ കലർന്നു. പോയിസൺ കലർന്ന പായസം കളയാനേ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു കാര്യം കൊണ്ട് ഏലീശയുടെ അരികിലേക്ക് വരികയാണ്. ഒരു പിടി മാവ് താൻ കയ്യിലേക്കെടുത്ത് പ്രാർത്ഥിച്ച് ആ പായസത്തിലേക്ക് ഇട്ടപ്പോൾ പായസത്തിനകത്ത് കലർന്ന പോയിസൺ മുഴുവൻ മാറി അത് ശുദ്ധമായി തീർന്നു. നോക്കിക്കേ ദൈവമക്കളെ, ആ പായസം, ആ പന്തിയിൽ വിളമ്പാൻ പറ്റുകയെന്ന് പറഞ്ഞ പായസം അതേ പന്തിയിൽ വിളമ്പുവാൻ ഏലീശ അത് ശുദ്ധിയോടെ തിരിച്ചു കൊടുക്കുവാൻ ഇടയായി. ഞാൻ ആദ്യമേ പറഞ്ഞത് മാറയെക്കുറിച്ച് പറഞ്ഞു, രണ്ടാമത് ഞാൻ കോടാലിയെക്കുറിച്ച് പറഞ്ഞു, ഞാൻ മൂന്നാമത്തെ പായസത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ വെള്ളത്തെ തൊടാമെങ്കിൽ ഒരു കോടാലി അതൊരു വസ്തുവാണ്, ജീവനില്ലാത്തൊരു വസ്തു. ആ വസ്തുവെ സ്പർശിക്കാമെങ്കിൽ, ഒരേ ഒരു നേരം മാത്രം കഴിക്കേണ്ട പായസത്തെ തൊടാമെങ്കിൽ നിങ്ങളുടെ ലൈഫ് എൻ്റെ ദൈവം തിരിച്ചു തരാതിരിക്കുമോ? നിന്റെ ലൈഫ് എത്രയും പവറുള്ളതാണ്, നിന്റെ ജീവിതം എത്രയും ശ്രേഷ്ഠമാണ്. നിന്റെ ജീവിതം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, പരിശുദ്ധാത്മാവ് അകത്ത് വ്യാപരിക്കുന്ന നിനക്കെൻ്റെ ദൈവം ശക്തി തിരിച്ചു തരാതിരിക്കുമോ? ആ പ്രശ്നത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാതിരിക്കുമോ? നീ ബലപ്പെടുക. യേശു അവൻ ആർക്കും കടക്കാരനല്ല, അവൻ വിടുവിക്കുന്ന ദൈവമാണ്. നോക്കിക്കേ, തിരിച്ചു കൊടുക്കുന്നത് ശ്രേഷ്ഠമായിരിക്കും. അധികം ശ്രേഷ്ഠമായി ഈ ദിവസങ്ങളിൽ ദൈവം നിനക്ക് തിരിച്ചു തരാൻ പോകുകയാണ്. നഷ്ടപ്പെട്ട കോടാലി തിരിച്ചു കൊടുത്തതുപോലെ, നഷ്ടപ്പെട്ട വർഷങ്ങൾ കലങ്ങിയ മധുരമാക്കി മാറ്റിയതുപോലെ, പായസത്തിലെ പോയിസൺ മാറ്റി അതിനെ തിരിച്ചു കൊടുത്തതുപോലെ നിന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി എൻ്റെ കർത്താവ് തിരിച്ചു തരാൻ പോകുകയാണ്. നിന്നെ അഭിഷേകത്തിൻ്റെ റേഞ്ചിൽ ഉയർത്താൻ പോകുകയാണ്. ദൈവശക്തി കൊണ്ട് ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാണ്. ദൈവിക സാന്നിധ്യത്താൽ ഈ തലമുറയിൽ അഭിഷിക്തനാക്കി ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്താൻ പോകുകയാണ്. നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് ഇനി ഉയരാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ് അകത്ത് വേദനിക്കുന്നവർ, ഇനി എനിക്കൊരു മിനിസ്ട്രി ഇല്ലെന്ന് പറഞ്ഞ് അകത്തൊതുങ്ങിപ്പോയവർ, ദൈവശക്തിയോടെ ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുകയാണ്, കർത്താവ് നിന്നെ വെളിയിൽ കൊണ്ടുവരാൻ പോകുകയാണ്. ഞാൻ ഒരു വാക്ക് തൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നല്ല പിതാവേ, യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കൊടുക്കുവാൻ നിന്റെ ശക്തി, ഇരട്ടി അഭിഷേകം ഈ ജനത്തിന് തിരിച്ചു കൊടുക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ നഷ്ടപ്പെട്ട ദൈവകൃപ, അവർക്ക് നഷ്ടപ്പെട്ട ശുശ്രൂഷ, അവർക്ക് നഷ്ടപ്പെട്ട പണം, അവർക്ക് നഷ്ടപ്പെട്ട മാനസിക സമാധാനം, സകലതും തിരിച്ചു കൊടുക്കുവാൻ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ദേശം അവരെ ഉയർത്തട്ടെ, ഈ സന്ദേശം അവരെ പണിയട്ടെ, ഈ സന്ദേശത്തിൽ അവർ ദൈവപ്രവൃത്തി കാണട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. I bless Jesus mighty name we pray. Amen.